ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനുമിസ്സാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ കൊല്ലത്തെ പോലെ എൻ്റെ കുട്ടികൾ വലിയ കുട്ടികളായി ഇനി കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഈ വർഷവും നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യൂടാ, ഈ അവസാനത്തെ എക്സാമിലൊക്കെ നല്ല അടിപൊളി മാർക്കോട് കൂടെ തന്നെ നിങ്ങൾ സൈലത്തിൻ്റെ ചുണക്കുട്ടികളായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇതാ കഴിഞ്ഞ വർഷത്തെ പോലെയല്ല, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. അത് മാത്രമല്ല, സിലബസ് മാറാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും സ്കൂളിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ എന്തറിയണം? ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളല്ലേ, നമ്മളെ ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്താക്കാനുണ്ട്, അറിയാനുണ്ട്, പഠിക്കാനുണ്ട്. അത് മാത്സിൽ മാത്രമല്ല, എല്ലാ സബ്ജക്റ്റിലും എൻ്റെ കുട്ടികൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള നോളജ് ഉണ്ടാക്കി വെക്കണം സ്കൂളിലേക്ക് പോകുന്നതിന് മുൻപേ. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ മാത്സിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. നിങ്ങളെ എക്സാമിലേക്ക് കേട്ടോ, നിങ്ങൾക്ക് വരുന്ന ചാപ്റ്റേഴ്സിലേക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം എൻ്റെ മക്കൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ മുന്നേ എൻ്റെ മക്കൾ പഠിച്ചൊരു കാര്യമായിരിക്കും ഫ്രാക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം അല്ലേ. അപ്പൊ മാത്സിൽ ഫ്രാക്ഷൻ എന്തായിരുന്നു? ഈ ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് സംഖ്യ ആയിരുന്നു? ഓർമ്മയുണ്ടോ എൻ്റെ കുട്ടിയൊക്കെ? എന്ത് സംഖ്യയാണ് നമ്മൾ ഭിന്നസംഖ്യകൾ എന്നൊക്കെ പഠിച്ചതെന്ന്? അപ്പൊ ഭിന്നസംഖ്യക്ക് ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ എൻ്റെ കുട്ടികൾ എന്ത് പറയും? കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താ പറയുക? യെസ്, 1/2 അല്ലേ. 1/2 എന്ന് പറഞ്ഞാൽ ഒരു ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ഭിന്നസംഖ്യക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് അല്ലേ. ഇതെന്തായിരുന്നു ഇതിന്റെ പ്രത്യേകത? ഇവിടെ നമുക്ക് മുകളിലും താഴെയും നമ്പേഴ്സ് ഉണ്ട്. മുകളിലും താഴെ എന്ന് പറഞ്ഞാല് മുകളിലുള്ള നമ്പറിനെ നമ്മൾ എന്ത് വിളിക്കും? ന്യൂമറേറ്റർ എന്ന് പറയും, അല്ലെങ്കിൽ അംശം എന്ന് പറയും. താഴെ എഴുതുന്ന സംഖ്യനെ നമ്മൾ എന്ത് പറയൂടാ? ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം എന്ന് പറയും. അപ്പൊ ഈ ഒരു രീതിയിൽ എഴുതുന്ന നമ്പേഴ്സുകളാണ് ഫ്രാക്ഷൻ എന്ന് പറയുക, ഭിന്നസംഖ്യകൾ. അപ്പൊ ഇങ്ങനെയുള്ള നമ്പേഴ്സുകൾ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഒക്കെ വരും. സാധാരണ നമ്മൾ നമ്പേഴ്സ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്തില്ലേ, അതുപോലെ ഫ്രാക്ഷനെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം, സബ്സ്ട്രാക്ട് ചെയ്യണം അല്ലേ, മൾട്ടിപ്ലൈ ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇതിന്റെ ഓപ്പറേഷൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പൊ എന്തായാലും ഫ്രാക്ഷനെ ആഡ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് 5th നല്ല അടിപൊളിയായിട്ട് എല്ലാ ചാപ്റ്ററിലും കിടക്കുന്നുണ്ട്. അപ്പൊ എൻ്റെ മക്കള് നല്ലോണം പഠിച്ചാൽ മാത്രമേ ഇനി വരുന്ന ചാപ്റ്ററിൽ അത് ഉപകാരമായിട്ട് മാറുള്ളൂ. റെഡി? അപ്പൊ അപ്പൊ ഒരുപാട് ഓപ്പറേഷൻസ് ഉണ്ട് അല്ലേ. അപ്പൊ ഇന്ന് എന്തായാലും നമ്മൾ അതിൽ അഡിഷൻ അല്ലേ, എന്താണ് നമ്മൾ ഒരു ഫ്രാക്ഷൻ എങ്ങനെ കൂട്ടാം എന്നുള്ള രീതിയിൽ ഒന്ന് വേഗം പഠിച്ചു നോക്കാം. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഇത്, ഭയങ്കര കാര്യമാണെന്ന് വിചാരിക്കേണ്ട. എന്തായാലും അഡിഷൻ എൻ്റെ മക്കൾക്ക് ഉറപ്പായിട്ട് സിമ്പിൾ ആയിരിക്കും. അപ്പോൾ 2 പ്രോബ്ലം ആയിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ മിസ് തരാം. ഫസ്റ്റ് പ്രോബ്ലം എന്തായാലും ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ കുട്ടിയൊക്കെ ഞാൻ പറയുന്നതിന് മുൻപേ അതിനുള്ള ആൻസർ അറിയെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക കേട്ടോ. ഇനി അതല്ല അറിയില്ലെങ്കിൽ ആരും ബേജാറാവേണ്ട അല്ലേ, പേടിക്കണ്ട, മിസ് എന്തായാലും പറഞ്ഞു തരും. അപ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ മക്കൾ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഒന്ന് വേഗം വായിച്ചു നോക്കിക്കേ. 1/3 + 4/3, 1/3 4/3 കൂട്ടണം നമുക്ക്. അപ്പൊ 2 ഫ്രാക്ഷൻസ് ആണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇത് നോക്കിക്കേ, ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്താൽ മതി. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം ഈ 2 ഫ്രാക്ഷന്റെയും ഡിനോമിനേറ്റർ അല്ലേ, താഴെയുള്ള സംഖ്യ എന്താണ്? സെയിം നമ്പർ ആണ്. അങ്ങനെ സെയിം നമ്പർ ആണ് ഡിനോമിനേറ്ററിൽ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളെ ആൻസറിലും അതേ സംഖ്യ ആയിരിക്കും വരിക. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. നോക്കിക്കേ, 2 ഫ്രാക്ഷൻസ് ആഡ് ചെയ്യുവാണെങ്കിൽ അതിന്റെ താഴെ ഡിനോമിനേറ്ററിൽ വരുന്ന സംഖ്യ സെയിം നമ്പർ ആണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആണല്ലേ, 3 തന്നെയാണ്. അപ്പൊ ആൻസറിലും 3 തന്നെ ആയിരിക്കും വരിക. എന്ത് ചെയ്താൽ മതി? നിങ്ങൾ മുകളിലുള്ള ഈ 2 നമ്പറും ആഡ് ചെയ്താൽ മാത്രം മതി. അപ്പൊ മുകളിലെ 2 നമ്പർ എന്ന് പറഞ്ഞാൽ 1ഉം 4ഉം ആണ് അല്ലേ. അപ്പൊ 1ഉം 4ഉം കൂടെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര വരുവടാ? 5 എന്ന് വരും. അപ്പൊ ആൻസർ എന്ത് വന്നു? 5/3. സിമ്പിൾ ആയിരുന്നേ. ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക? അടുത്ത 2 പ്രോബ്ലം വേഗം ചെയ്ത് നോക്കാം. റെഡി? അപ്പൊ നോക്കിക്കേ, ഇവിടെ നമ്മൾ എഴുതാൻ നോക്കുമ്പോൾ 5/9 + 2/9, 5/9ഉം 2/9ഉം കൂടെ ആഡ് ചെയ്യണം. ഇത് ഞാൻ പറഞ്ഞു, ആഡ് ചെയ്യുന്ന സമയത്ത് ഡിനോമിനേറ്ററിലേക്ക് നോക്കാം. ഡിനോമിനേറ്റർ സെയിം അല്ലേ. അപ്പൊ എന്തായിരിക്കും വരിക? ആൻസറിലും അതേ നമ്പർ തന്നെ ഡിനോമിനേറ്ററിൽ വരും. നമ്മൾ എന്തുമാത്രം ആഡ് ചെയ്താൽ മതി? മുകളിലുള്ള 2 നമ്പർ ആഡ് ചെയ്താൽ മതി. അപ്പൊ നോക്കിക്കേ, മുകളിൽ ആരൊക്കെയുള്ളത്? 5ഉം 2ഉം ഉണ്ട്. ഇത് 2ഉം കൂടെ ഞാൻ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 7 എന്ന് വരും. ആൻസർ 7/9, 7/9 എന്ന് കിട്ടും. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അഡിഷൻ അല്ലേ, ഫ്രാക്ഷൻ്റെ അഡിഷൻ. അടുത്തൊന്ന് ചെയ്ത് നോക്കിക്കേ, എന്താ വരിക? ഡിനോമിനേറ്റർ നോക്കിയപ്പോൾ 2ഉം എന്താണ്? 5 ആണ് അല്ലേ. അപ്പോൾ 4/5ഉം 3/5ഉം കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ആൻസറിൽ എന്തായാലും ഡിനോമിനേറ്ററിൽ എന്തുണ്ടായിരിക്കും? 5 ഉണ്ടായിരിക്കും.
ഇനി എന്ത് ചെയ്യാം, മുകളിലല്ലേ ന്യൂമറേറ്റർ രണ്ടും കൂടെ ആഡ് ചെയ്യുക. ന്യൂമറേറ്റർ ആഡ് ചെയ്താൽ എന്ത് വരും, ഇവിടെ 4 3 കൂടെ കൂട്ടിയാൽ 7 എന്ന് വരും. 7/5 എന്ന് കിട്ടി. അപ്പൊ ഇത്ര സിമ്പിൾ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ അല്ലേടാ, ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ല സിമ്പിൾ ആയിട്ട് ആഡ് ചെയ്യാം. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത ഒന്ന് കൂട്ടി നോക്കിക്കേ, നിങ്ങൾക്ക് വേഗം ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാലോ. എന്താ വരുക, 3/4 + 1/2 കൂട്ടാൻ പറ്റുന്നുണ്ടോ? എന്താല്ലേ പ്രശ്നം? നമ്മൾ നോക്കുന്ന സമയത്ത് നേരത്തെ നമ്മൾ നോക്കിയില്ലേ, ഡിനോമിനേറ്റർ നോക്കി, താഴെയുള്ള ഛേദം നോക്കി. അപ്പൊ നോക്കുമ്പം അത് 2 നമ്പറും സെയിം അല്ലല്ലോ. ഇതാണ് ഞാൻ മാത്സിനെ എപ്പോഴും കുറ്റം പറയുന്നത് അല്ലേ. എന്തെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് ചെയ്തു വരുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം അവിടെ ഒപ്പിച്ചു വെക്കും. അങ്ങനെയാ ഇല്ല, നമുക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റഡ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ തരുവാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? യെസ്, നമുക്ക് ഡിനോമിനേറ്റർ സെയിം നമ്പർ ആയിരുന്നെങ്കിൽ കൂട്ടാമായിരുന്നു അല്ലെ, ആഡ് ചെയ്യാമായിരുന്നു. പക്ഷെ ഇവിടെ സെയിം നമ്പർ ആണോ? അല്ല. പക്ഷെ നമുക്ക് സെയിം നമ്പർ ആക്കിക്കൂടെ അതിനെ? ഇല്ല, ഇവിടെ ആക്കിക്കൂടെ. ഇത് 4 ആണ്, ഇത് ഇവിടെ 2 ആണ്. എനിക്ക് 2 നമ്പറും 4 ആയിരുന്നെങ്കിൽ എന്താക്കാം, അവിടെ വേഗം ആഡ് ചെയ്യാം. അപ്പൊ നോക്കിക്കേ, 2നെ എനിക്ക് 4 ആക്കി മാറ്റാൻ പറ്റുമോ? 2നെ 4 ആക്കാൻ പറ്റുമോ? ആക്കാം. എങ്ങനെയാ ചെയ്യുക? 2നെ എൻ്റെ മക്കള് 2 കൊണ്ട് ഗുണിച്ചാ മതി. 2നെ 2 കൊണ്ട് ഗുണിക്കുവാണെങ്കിൽ അവിടെ 4 ആകും. ഇല്ലേടാ, പക്ഷെ ഒരു കാര്യമുണ്ട്. ഇവിടെ 2 എടുത്തപ്പോൾ 4 ആയിട്ട് മാറി. പക്ഷേ ഇവിടെയുള്ള ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാല് നിങ്ങളെ പോലെയെന്ന് ഞാൻ പറയാൻ കാരണം, അല്ലെങ്കിൽ നിങ്ങളെ എന്നെയും പോലെയെന്നും പറയാം. എന്താ കാര്യം? നിങ്ങൾക്കൊക്കെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരിക്കും അല്ലേ. ബെസ്റ്റി എന്നൊക്കെ പറയുന്ന നിങ്ങളൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരിക്കും. എന്ത് കിട്ടിയാലും നിങ്ങൾ എന്ത് ചെയ്യും, അവന് ഷെയർ ചെയ്യും അല്ലെ, അവൾക്ക് കൊടുക്കൂലേ. എന്തെങ്കിലും ഒരു കുഞ്ഞ് ലഡ്ഡു കിട്ടിയാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യും, അതിന്റെ പകുതി അവക്ക് കൊടുക്കാന്ന് പറഞ്ഞ് കൊടുക്കാറില്ലേ? അതുപോലെയാണ് ഫ്രാക്ഷനും. അവർ തമ്മിൽ ഭയങ്കര സ്നേഹമാ. കണ്ടോ, 1ഉം 2ഉം തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാ. അപ്പൊ ഞാൻ 2നെ 2 കൊണ്ട് ഗുണിക്കുവാണെങ്കിൽ 1 എന്നോട് പിണങ്ങില്ലേ? ഇല്ലേടാ. അപ്പൊ 2നെ ഞാൻ 2 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ എന്തായാലും 1നെയും അതേ സംഖ്യ കൊണ്ട് ഗുണിക്കണം. ഇല്ലെങ്കിൽ അവിടെ തെറ്റിപ്പോകും. ഇല്ലെങ്കിൽ നമ്മളെ കണക്ക് തെറ്റിപ്പോകും. അപ്പൊ എൻ്റെ മക്കളെ, 2നെ ഞാൻ 2 കൊണ്ട് ഗുണിക്കുവാണെങ്കിൽ മുകളിലും ഞാൻ എന്ത് ചെയ്യണം, അതേ നമ്പർ കൊണ്ട് ഗുണിക്കണം. അപ്പൊ മിസ് മുകളിലും നമ്പർ 2 കൊണ്ട് തന്നെ ഗുണിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്തായിട്ട് മാറും നോക്കിക്കേ, ഇവിടെ ഒരു മാറ്റവും ഇല്ല കേട്ടോ. അപ്പൊ 3/4 തന്നെ പ്ലസ്. ഇനി അടുത്ത നോക്കിക്കേ, 1 × 2 എന്ന് പറഞ്ഞാല് 2, 2 × 2 എന്ന് പറഞ്ഞാല് 4. ഇനി എൻ്റെ മക്കൾക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ? ആഡ് ചെയ്യാൻ പറ്റില്ലേ? പറ്റും. കാരണം ഡിനോമിനേറ്റർ സെയിം നമ്പർ ആയി. ഇനി നമുക്ക് വേഗം ആഡ് ചെയ്യാം. എന്തായാലും അപ്പൊ ആൻസറിലും ഡിനോമിനേറ്റർ 4 തന്നെ ആയിരിക്കും. ഇനി മുകളിലുള്ള ന്യൂമറേറ്റർ കൂട്ടിയാൽ പോരെ? കൂട്ടിയാൽ എത്ര വരും? 3 2 കൂടെ കൂട്ടിയാൽ 5 എന്ന് വരും. 5/4 എന്ന് കിട്ടി. ഇത്രയ്ക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ അടുത്ത നോക്കിക്കേ എൻ്റെ മക്കൾ, ഇതേപോലെ ചെയ്യാൻ പറ്റുമോ നോക്കാലോ. എന്താ വരുക? 3/5 + 4/10. 3/5 + 4/10 ആഡ് ചെയ്യാൻ പറ്റുമോ വേഗം? ഇല്ല. കാരണം ഡിനോമിനേറ്റർ ഇവിടെ സെയിം നമ്പർ അല്ല. പക്ഷെ നമുക്ക് സെയിം നമ്പർ ആക്കി മാറ്റാം അല്ലേ. ഇവിടെ നോക്കിക്കേ, ഈ 2 നമ്പറും 10 ആയിരുന്നെങ്കിൽ 10 ആയിരുന്നെങ്കിൽ എനിക്ക് വേഗം ആഡ് ചെയ്യായിരുന്നു. പക്ഷെ അവിടെ 10 ആക്കി മാറ്റിക്കൂടെ? എങ്ങനെ മാറ്റാം? ഈ 5നെ 2 കൊണ്ട് ഗുണിച്ചാ മതി. പോരെടാ. അപ്പൊ ഞാൻ എന്താക്കാണ്, ഈ 5നെ ഞാൻ 2 കൊണ്ട് ഗുണിക്കാൻ പോവാ. പക്ഷെ ഞാൻ പറഞ്ഞു ഫ്രാക്ഷൻസ് ബെസ്റ്റ് ആണ് അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം, 5നെ നിങ്ങൾ 2 കൊണ്ട് ഗുണിക്കുവാണെങ്കിൽ എന്തായാലും 3നെയും അതേ നമ്പർ കൊണ്ട് തന്നെ ഗുണിക്കണം. ഇല്ലെങ്കിൽ അത് പിണങ്ങും. അപ്പൊ നോക്കിക്കേ, ഞാൻ അതുകൊണ്ട് 3നെയും അതേ നമ്പർ കൊണ്ട് ഗുണിക്കുവാണ് കേട്ടോ. ഇനി എന്തായിട്ട് മാറുവേടാ ഇത്? ഇവിടെ നോക്കിക്കേ എൻ്റെ കുട്ടികള്, 3 × 2 എന്ന് പറഞ്ഞാല് 6 അല്ലേ. 6. അതേപോലെ 5 × 2 എന്ന് പറഞ്ഞാൽ എന്തായടാ? 10. ഇവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? അവിടെ ഒരു മാറ്റവും ഇല്ല. 4/10 തന്നെയാണ്. അപ്പൊ ഞാൻ അതേപോലെ എഴുതി 4/10. ഇനി എൻ്റെ മക്കൾ ആഡ് ചെയ്ത് നോക്കിക്കേ. ആഡ് ചെയ്താൽ എൻ്റെ മക്കൾക്ക് അറിയാം, ഇവിടെ ഡിനോമിനേറ്റർ സെയിം നമ്പർ ആയി. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ എന്ത് ചെയ്യാം, ആൻസറിലും അതേ നമ്പർ തന്നെയായിരിക്കും. എന്നിട്ട് ന്യൂമറേറ്റർ എൻ്റെ മക്കൾ എന്താക്കിയാൽ മതി, ആഡ് ചെയ്താൽ മാത്രം മതി. അപ്പൊ എന്തായിരിക്കും ഇവിടെ നിങ്ങൾക്ക് ആൻസർ ആയിട്ട് കിട്ടുക എന്നുള്ളത് ഞാൻ പറയുന്നില്ല. അപ്പൊ അതിന് പകരം എൻ്റെ മക്കൾ എന്നെ ഓടി വന്ന് കമന്റ് ബോക്സിൽ പറയുക. അപ്പൊ എന്തായാലും ഇതിന്റെ ആൻസർ മിസ് നോക്കുന്നതായിരിക്കും. അപ്പൊ ഇനിയും ഇതേപോലെയുള്ള ബേസിക് ക്ലാസ്സുമായിട്ട് മിസ് അടുത്തൊരു ക്ലാസ്സിൽ വരാം. അതുവരെ ബൈ ബൈ.